പള്ളിക്കൽ തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. പൂർവികരിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് 6 നൂറ്റാണ്ടിലേറെക്കാലം പഴക്കമുള്ള പള്ളിക്കൽ തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പൂർവാധികം ഭംഗിയായാണ് ഇക്കുറി ഉത്സവം നടത്തപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് നട തുറക്കലിന് ശേഷം നടത്തപ്പെട്ട അഭിഷേകത്തോടെയും മലർ നിവേദ്യത്തോടെയും തുടക്കമായി. തുടർന്ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, കലവറ നിറയ്ക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കർമ്മങ്ങൾ നടത്തപ്പെട്ടു. പള്ളിക്കൽ തെരു മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഗണേശ സഹസ്രനാമം, ദീപാരാധന, ക്ഷേത്രവാദ്യ സംഘത്തിന്റെ മേളത്തോടു കൂടിയുള്ള ദീപാരാധന, എഴുന്നള്ളത്ത്, തേങ്ങ ഉടയ്ക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കർമ്മങ്ങളാണ് ആദ്യ ദിനത്തിലെ ഉത്സവാഘോഷത്തിൽ അരങ്ങേറുക. ക്ഷേത്രം തന്ത്രി പാടേരി ഇല്ലത്ത് നവീൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ദിനേശൻ ചേളാരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ഉത്സവത്തിന് ഉപദേശക സമിതി ചെയർമാൻ ടി വി ചാത്തു, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ, സെക്രട്ടറി എം നാരായണൻ, ട്രഷറർ ഒ പ്രസാദ്, ആഘോഷ കമ്മിറ്റി കൺവീനർ എം വിനീഷ്, ജോയിന്റ് കൺവീനർമാരായ കെ ബിജീഷ്, ടി വി രാഗേഷ്, മറ്റു സഹഭാരവാഹികൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ഉത്സവാഘോഷത്തിന്റെ 2ാം ദിവസമായ നാളെ പുലർച്ചെ 3-ന് നട തുറക്കുന്നതോടെ ആരംഭിക്കുന്ന വിവിധ കർമ്മങ്ങൾ രാത്രി വരെ നീണ്ടുനിൽക്കും. രാത്രി 8:30 മ്യൂസിക് മിമിക്സ് നൈറ്റ് തിരുവനന്തപുരം അക്ഷരകലയുടെ നേതൃത്വത്തിലുള്ള നാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അരങ്ങേറും. തുടർന്ന് രാത്രി 12-ന് അത്താഴപൂജയ്ക്ക് ശേഷം പുലർച്ചെ 2:30-ന് താലപ്പൊലി എഴുന്നള്ളത്തും 4 മണിക്ക് കനലാട്ടവും ഉണ്ടാകും. തുടർന്ന് 5 മണിക്ക് നടത്തപ്പെടുന്ന നാളികേരമുടയ്ക്കൽ കർമ്മത്തോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. പള്ളിക്കൽ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പള്ളിക്കൽ തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിന് ഏകദേശം 600 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവം മണ്ഡലകാലത്ത് മണ്ഡലവ്രതത്തോടുകൂടിയുള്ള ഉത്സവമാണ്. വൃശ്ചികമാസം 1-ാം തീയതി ആരംഭിക്കുന്ന മണ്ഡലവ്രതം ധനു 10-ാം തീയതിയോടുകൂടി അവസാനിക്കും. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ധനു 9, 10 എന്നീ ദിവസങ്ങളിലാണ് നടക്കുന്നത്. 25-ാം തീയതി രാവിലെ 3 മണിയോടുകൂടി നട തുറന്ന് രാവിലെ ഗണപതി ഹോമം, പ്രഭാത പൂജ, പിന്നെ പഞ്ചവാദ്യത്തോടു കൂടിയുള്ള പൂജ, പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഏകദേശം ഒരു 3000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന പ്രസാദകൂട്ട്, പിന്നെ വൈകുന്നേരം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ദീപാരാധന വൈകുന്നേരം. അത് കഴിഞ്ഞ് ഈ പഞ്ചവാദ്യത്തോടു കൂടിയാണ് ദീപാരാധന നടക്കുന്നത്. ഗംഭീരമായ പരിപാടിയാണ്. അത് കഴിഞ്ഞ് ക്ഷേത്രവാദ്യ സംഘത്തിൻ്റെ തായമ്പക. അതിനുശേഷം 9 മണിയോടുകൂടി കലാപരിപാടികൾ അരങ്ങേറും. അത് കലാപരിപാടികൾക്ക് ശേഷം അത്താഴപൂജ കഴിഞ്ഞ് പിന്നെ താലപ്പൊലി എഴുന്നള്ളത്താണ് ഇതിൻ്റെ പ്രധാന. താലപ്പൊലി എന്ന് തന്നെയാണ് പറയുന്നത്. താലപ്പൊലിയാണ് പ്രധാന ചടങ്ങ്, സമാപന ചടങ്ങ്. CTV ന്യൂസ്, പള്ളിക്കൽ. ഇനി നിങ്ങളും തീരുമാനിച്ചോളി, സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്സ്. ശോഭ ഗോൾഡൻ ഡയമണ്ട്സ്, മേലെ ചേലാരി.